താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ബോധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ആമേൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എൻ്റെ പിന്നാലെ എല്ലാവരും ചേർന്ന് പറഞ്ഞ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. പവിത്ര ആത്മാക്കോ ശോകിത് നാ കരോ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് ഒരു പേരിലല്ല, അതൊരു അനുഭവത്തിലാണ് അതങ്ങനെ വിളിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, ആത്മസ്നാനത്തിൽ വിശ്വസിക്കുന്ന, അന്യഭാഷയിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് എക്സോഡസ് ചർച്ച്. ഹല്ലേലൂയ. ആകയാൽ പെന്തക്കോസ്റ്റൽ എന്ന് ഞാൻ ഈ ഒരു മുഴുവൻ കൂട്ടത്തെയും കൂടെ ഒരുമിച്ച് അങ്ങ് പറയട്ടെ. ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റിലേക്ക് വന്ന നമുക്ക് ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തിത്വത്തെ മിസ് ചെയ്ത പിന്നെ നമ്മുടെ ലൈഫ് കട്ട പുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പിന്നെ ഈ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് പിന്നെ ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും നമുക്ക് ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ആകെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഹോളി സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഈ ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തിത്വം മാറി നിന്നാൽ പിന്നെ വേറെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ഹല്ലേലൂയ. വേറെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. കാരണം ഇതിൻ്റെ അകത്തെ Z കാര്യങ്ങൾ നടക്കുന്നത് ഹോളി സ്പിരിറ്റിനാലാണ്. ആമേൻ, ഹല്ലേലൂയ. വെദർ ഇറ്റ് ഈസ് മ്യൂസിക്, വെദർ ഇറ്റ് ഈസ് സിംഗിങ്, വെദർ ഇറ്റ് ഈസ് വർഷിപ്പ്, whether it is administration or preaching and teaching, fellowship, everything by the Holy Spirit. പരിശുദ്ധ ആത്മാവിനാലാണ് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും നടക്കുന്നത്. ആകയാൽ ഈ ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തിത്വം ഗ്രീവ് ആയാൽ, അവനെ ദുഃഖിപ്പിച്ചാൽ, അവൻ ദുഃഖിതനായാൽ, അവൻ്റെ അസാന്നിധ്യം പെന്തക്കോസ്റ്റ് സഭയ്ക്ക് ഒരു ഭയങ്കര നഷ്ടമായി തീരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യം സഭയെ സ്റ്റക്കാക്കുന്നു. സ്റ്റക്കാകുക എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്പം പോലും പിന്നെ മൂവ് ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ സ്റ്റക്കായി കിടക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ആ വണ്ടിക്ക് തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പിന്നെ ക്രെയിൻ ഇത് വന്നിട്ട് ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്ന സംഭവം വന്നിട്ട് ഇതിനെ എടുത്തുകൊണ്ട് പോകണം. ഹല്ലേലൂയ. സഭ സ്റ്റക്കായി പോകും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം സഭയെ ഗവൺ ചെയ്യുന്നത്, ഭരിക്കുന്നത്, നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. That's why the Holy Spirit is the supreme and the most important personality in the church of the living God. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആകയാൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ സഭ സ്റ്റക്കായി പോകും. സഭയ്ക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. അത് സഭ. അടുത്തത് വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഹോളി സ്പിരിറ്റിനാൽ മാത്രമാണ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യൻ ജീവിക്കുന്നത്. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്റ്റക്കായി പോകും ഹോളി സ്പിരിറ്റിനെ നമ്മൾ മിസ് ചെയ്താൽ. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്പിരിച്വൽ ലൈഫ്, ആത്മീക ജീവിതം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്നതാണ്. അത് പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്നതാണ്. ആകയാൽ ഹോളി സ്പിരിറ്റിനെ കൂടാതെ നമുക്ക് ആത്മീക ജീവിതം ജീവിപ്പാൻ സാധിക്കത്തില്ല. We need a Holy Spirit to lead a spiritual life, to lead a Christian life. Hallelujah. Praise God. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മൾ നിസ്സഹായരായിത്തീരുന്നു. നമുക്ക് കഴിയാതെ വരുന്നു. കാരണം we are humans. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് കഴിയാതെ വരുന്നു. എന്നാൽ മനുഷ്യനായ നമ്മിൽ
ദൈവം ആകുന്ന പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മളെ ഗവൺ ചെയ്യുമ്പോൾ, നമ്മളിൽ ഭരണം നടത്തുമ്പോൾ, പിന്നെ നമ്മളല്ല, പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മളെ കൊണ്ട് കഴിയാത്തതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി തരുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ഉപയോഗിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി 1 ജനസിസ് ചാപ്റ്റർ 1:2. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The earth was without form and void, and darkness was on the face of the deep, and the Spirit of God was hovering over the face of the waters. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവാണ്, he is the source of heavenly atmosphere. Hallelujah, hallelujah. ഇതേ ദൈവാത്മാവാണ് യേശുവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടത്, ഓപ്പൺ ഹെവൻ, തുറന്ന സ്വർഗത്തിൻ്റെ ആ അനുഭവത്തെ എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് സാധ്യമാക്കി തരുന്നത്, ലഭ്യമാക്കി തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആകയാൽ ഈ ദൈവാത്മാവിനെ ദുഃഖിച്ചാൽ നമുക്ക് പിന്നെ സ്വർഗം അനുഭവിപ്പാനേ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മിക അന്തരീക്ഷം, അല്ലെ, ഹെവൻലി അറ്റ്മോസ്ഫിയർ, സ്വർഗീയമാകുന്ന അന്തരീക്ഷം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കണമോ, സഭയിൽ അനുഭവിക്കണമോ? സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് പരിശുദ്ധാത്മാവാണ്. ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ ഭരിക്കുവാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ, പരിശുദ്ധാത്മാവിൻ്റെ ഭരണം എത്രത്തോളം ഇവിടെ നടക്കുമോ, അതനുസരിച്ച് അന്തരീക്ഷം മാറും. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ വെളിപ്പെട്ടു വരും. കാരണം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ അകത്ത് വസിക്കുവാൻ വേണ്ടി വന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ എത്രത്തോളം നമ്മളെ വാഴുവാൻ, ഭരിക്കുവാൻ നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുമോ, അതനുസരിച്ച് സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, the very atmosphere of heaven will manifest in our life when we allow the Holy Spirit to reign in our life. പരിശുദ്ധാത്മാവ് നമ്മെ ഭരിക്കുവാൻ വേണ്ടി നമ്മൾ എത്രത്തോളം വിധേയപ്പെടുത്തി കൊടുക്കുമോ, അതനുസരിച്ചായിരിക്കും സ്വർഗത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. നമ്മളെ ഭരിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ, നമ്മളെ ഭരിക്കുന്നത് മനുഷ്യരാണെങ്കിൽ, നമ്മളെ ഭരിക്കുന്നത് ഭൂതമാണെങ്കിൽ, പിശാചാണെങ്കിൽ, ഒരിക്കലും സ്വർഗത്തിൻ്റെ അന്തരീക്ഷമായിരിക്കത്തില്ല. ആമേൻ. നരകത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും വെളിപ്പെടുക. എന്നാൽ നമ്മളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നിർണയങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് സ്വർഗത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും. സ്വർഗത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും. ഒരു കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഫൈനൽ ഡിസിഷൻ ഒരു ഫാമിലി ലൈഫിൽ എടുക്കുന്നത്, അത് ഹസ്ബൻഡും അത് വൈഫുമല്ല. ആമേൻ. ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കും. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്ന ഭാര്യ ഭർതൃ ബന്ധത്തിൽ, ഹല്ലേലൂയ, എൻ്റെ അല്ല നിൻ്റെ അല്ല, എൻ്റെ ഇഷ്ടം മാത്രം നടക്കുമെന്ന് പറയുമ്പോൾ അവൾ പിണങ്ങും. ആമേ ആമേ, ഹല്ലേലൂയ. അവളുടെ ഇഷ്ടമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പിണങ്ങും. എന്നാൽ നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടമല്ല. ഹോളി സ്പിരിറ്റ് എന്താണോ തീരുമാനിക്കുന്നത്, ഹോളി സ്പിരിറ്റ് എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഹോളി സ്പിരിറ്റ് എന്താണോ പറയുന്നത്, അത് മതി, അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് ഏതൊക്കെ കുടുംബ ജീവിതത്തിൽ മുഖ്യ സ്ഥാനം ഭരിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടോ,
to reign in the family life. ആമേൻ. കുടുംബ ജീവിതത്തെ വാഴുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് എത്ര ഭാര്യ ഭർതൃ ബന്ധങ്ങൾ അവർ ഫാമിലി ആമേൻ ഹോളി സ്പിരിറ്റ് വാഴുവാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ടോ, അവന്റെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ, ആ കുടുംബത്തിൽ അറ്റ്മോസ്ഫിയർ ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു വസിക്കും. ജീസസ്, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു വസിക്കും. സ്വർഗത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു വസിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് വാഴുമ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും പറഞ്ഞ ഒരു ആർഗ്യുമെന്റ്, ഒരു ഡിസഗ്രിമെന്റ്, ഒരു ഡിസപ്പോയിൻമെന്റ്, പിന്നെ ഡിപ്രഷൻ, പിന്നെ സെപ്പറേഷൻ, ഇതൊന്നും അല്ല പിന്നെ നടക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിരിക്കും പിന്നെ കുടുംബത്തിൽ നടക്കുക. സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ കൂട്ടായ്മയായിരിക്കും. ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഓടിപ്പോകാൻ തോന്നത്തില്ല. ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയും എന്തെങ്കിലും പറഞ്ഞ് ബിസിയാണോ തിരക്കാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ വാഴുന്നതെങ്കിൽ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മൾ ശ്രമിക്കും, നമ്മൾ നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് മോശമാക്കി കളയുക. ഹല്ലേലൂയ. പലതും നമ്മളുടെ വാക്കിന്, നമ്മുടെ പരിമിതിക്ക് അപ്പുറത്താണ്. നമ്മൾ ഓർക്കും നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയായി, ഇങ്ങനെയൊന്നും പറഞ്ഞേച്ചാൽ മതി പിന്നെ അത് റെഡിയായി. ഇല്ല, പലതും നമ്മുടെ വാക്കുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ സ്വഭാവത്തെ മാറ്റിമറിക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഒട്ടും ചേരാത്ത അവസ്ഥകളെ, ഒട്ടും പൊരുത്തപ്പെടാത്ത മേഖലകളെ ഹോളി സ്പിരിറ്റ് പൊരുത്തപ്പെടുന്നതാക്കി മാറ്റും. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഏതൊരു സോളിനെയും, ഏതൊരു ദേഹി മണ്ഡലത്തെയും ട്രാൻസ്ഫോം ചെയ്യുവാൻ, ചേഞ്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് പവറുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ഏതൊരു ദേഹിയും, ഏതൊരു സോളും ഹല്ലേലൂയ ചേഞ്ച് ആകും, ട്രാൻസ്ഫോം ആകും, ക്യാരക്ടർ മാറി വരും, ചേഞ്ച് ആയി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ വളരെ ജിദ്ദിയായിരിക്കുന്നതായിരിക്കും, പ്രൗഡായിരിക്കുന്നതായിരിക്കും, അറോഗന്റ് ക്യാരക്ടർ ഉള്ളതായിരിക്കും. ഏതൊക്കെ ടൈപ്പ് ആയിക്കൊള്ളട്ടെ, ഏത് ടൈപ്പിനെയും ഹാൻഡിൽ ചെയ്യുവാൻ ഹോളി സ്പിരിറ്റിന് പവറുണ്ട്. ആകയാൽ പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഹോളി സ്പിരിറ്റ് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഒരു വലിയ കൗൺസിൽ ഉണ്ടായിരുന്നു ചർച്ചിനെ നയിക്കുവാൻ വേണ്ടി. എന്നാൽ ആ കൗൺസിലിൻ്റെ കൂടെ ഹോളി സ്പിരിറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുമ്പോൾ അവർ പ്രകാരം പറയും, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്ന് പറയും. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. ഹല്ലേലൂയ. ഞങ്ങൾക്കിതിങ്ങനെ ചെയ്താൽ മതിയെന്ന് തോന്നി എന്നല്ല പറയുന്നത്, ഞങ്ങൾക്കും തോന്നി, ആ പരിശുദ്ധാത്മാവിന് തോന്നി. അപ്പോൾ പരിശുദ്ധാത്മാവെ ഇത് എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെ ചെയ്യണം? സഭയുടെ ഏത് തീരുമാനങ്ങളിലും പറയാൻ ഹോളി സ്പിരിറ്റിന് ആദിമസഭയിൽ വോയിസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുപോലെ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം നിറഞ്ഞു നിന്നത് സഭയിൽ. ഇന്നും ഏതൊക്കെ സഭയിൽ പരിശുദ്ധാത്മാവിന് ഫുൾ വോയിസ് ഉണ്ടോ അവിടെ ഇന്നും ഹോളി സ്പിരിറ്റ് ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. മുഴുവനായി വിധേയപ്പെട്ട് കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ മുഴുവനായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ പൂർണ്ണത, ആ നിറവ് വെളിപ്പെട്ട് വരുന്നത്. ആമേൻ. When we allow the Holy Spirit, amen, when the Holy Spirit have his full voice in his church, അവൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിന് അവൻ വോയിസ് ഉള്ളപ്പോഴാണ് ഹല്ലേലൂയ അവൻ എന്തും പറയുവാൻ, അവൻ എന്തും ചെയ്യുവാൻ, അവൻ എന്തും തീരുമാനിക്കാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഹോളി സ്പിരിറ്റിന് ഏതൊക്കെ സഭകളിലുണ്ടോ, ഏതൊക്കെ വ്യക്തികളിലുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങളിലുണ്ടോ, ആ സഭകളിൽ, ആ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഹെവൻലി അറ്റ്മോസ്ഫിയർ, സ്വർഗത്തിൻ്റെ അന്തരീക്ഷം അവിടെ നിറഞ്ഞു വസിക്കും. ഈ അറ്റ്മോസ്ഫിയർ എന്താണ്? ഹെവൻ ഈസ് ഫുൾ ഓഫ് ജോയ്, ഹെവൻ ഈസ് ഫുൾ ഓഫ് പീസ്,
Heaven is full of love. Amen. Hallelujah. എൻ്റെ പിന്നാലെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, സ്നേഹം, സന്തോഷം, സമാധാനം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഹെവൻലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ 13-14 വയസ്സ് സമയത്ത് പരിശുദ്ധാത്മാവ് ദാനത്തെ എനിക്ക് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ, ഈ ആത്മസ്നാനം ലഭിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചത് ഇതാണ്. ഹല്ലേലൂയ. ആ സമയത്ത് എനിക്ക് ഒരു ടെൻഷനുമില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തിലാണെന്ന് തന്നെ ഞാൻ മറന്നുപോയ ഒരു അനുഭവം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എങ്ങും കിട്ടിയിട്ടില്ലാത്ത ഒരു മഹാസന്തോഷവും സമാധാനവും എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഈ ഹോളി സ്പിരിറ്റ് എന്നിലേക്ക് വന്ന് ആവസിച്ചപ്പോൾ, ഹല്ലേലൂയ, വളരെ ശ്രേഷ്ഠമായ ഒരനുഭവമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറയുന്നത്. ആമേൻ. സ്നാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, മുക്കുക എന്നാണ്. ഇമേഴ്സ്. ഹല്ലേലൂയ. ഇമേഴ്സ് എന്ന് പറയുന്നു. വെള്ളത്തിലുള്ള സ്നാനം കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ കൊടുക്കുമ്പോൾ തന്നെ ആത്മാവിലുള്ള സ്നാനം കർത്താവ് ദൈവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അതൊരു പാസ്റ്റർ അല്ല, അതൊരു ഇവാഞ്ചലിസ്റ്റ് അല്ല, അതൊരു ഗസ്റ്റ് സ്പീക്കർ അല്ല. ഈ ആത്മസ്നാനം തരുവാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കർത്താവാണ്. ഞാൻ നിങ്ങളെ ആത്മാവിൽ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. I will baptize you. It is the Holy Spirit. പരിശുദ്ധാത്മാവാണ് ആത്മസ്നാനം നൽകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ കർത്താവാണ് ഈ ആത്മസ്നാനം നൽകുന്നത്. ഈ ആത്മസ്നാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ അന്തരീക്ഷം നമുക്ക് അനുഭവിപ്പാൻ സാധിക്കുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഹെവൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് മ്യൂസിക് അല്ല, സോങ്സ് അല്ല. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ എങ്ങനെയാണ് ചില സമയത്ത് മ്യൂസിക് വായിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ അനുഭവിക്കുന്നത്? ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ചില സമയത്ത് പാട്ടിൻ്റെ ഒരൊറ്റ വരിയായിരിക്കും പാടിയത്, ആ പാടുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം ആ ഇടത്ത് മുഴുവൻ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ അനുഭവിച്ചത്? ഹോളി സ്പിരിറ്റിനാൽ ഉള്ള മ്യൂസിക് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം, ഒരു വ്യക്തിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്, അത് അറ്റ്മോസ്ഫിയറിനെ മാറ്റും. എന്നാൽ ആ ഹോളി സ്പിരിറ്റിനെ മാറ്റി നിർത്തി നമ്മൾ ഇത്രയും നാൾ പഠിച്ചതും നമ്മുടെ സ്കിൽസ് എല്ലാം എത്ര ഉപയോഗിച്ചാലും അത് അന്തരീക്ഷത്തെ കൊണ്ടുവരത്തില്ല, അത് ശബ്ദത്തെ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. It can bring a voice, but it can never bring an atmosphere. Hallelujah. ഒരു ശബ്ദത്തെ കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ താലന്തിന്, നമ്മൾ പഠിച്ചതിന് കേൾക്കുവാൻ രസമായിരിക്കും, എന്നാൽ നമുക്ക് അത്തിരി സ്കില്ല് കാണത്തില്ല. ഒത്തിരി വായിക്കാനായിട്ട് ആമേൻ ഫോർത്തും സിക്സ്തും ഓഗ്മെൻറ്റും ഇങ്ങനത്തെ കോഡ്സ് ഒന്നും അറിയത്തില്ലായിരിക്കും. എന്നാൽ കേൾപ്പിക്കുന്ന ഒരു ശബ്ദത്തിൽ ആ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നത് അതിൻ്റെ അകത്തൂടെ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രസൻസ്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ടച്ച്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഫ്ലോ ആ മ്യൂസിക്കിലൂടെ വരുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വി നീഡ് ദ ഹോളി സ്പിരിറ്റ്, വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. സഭ ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കേണ്ട വർഷമാണിത്. സഭ ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവിൻ്റെ ദാഹിക്കേണ്ട വർഷമാണ്. നിങ്ങൾ ഒത്തിരി കടമ്പകൾ കടക്കും, നിങ്ങൾ ഒത്തിരി മതിലുകൾ ചാടിക്കിടക്കും, നിങ്ങൾ ഒത്തിരി പുതിയ റിലംസിലേക്ക്, പുതിയതിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യും. എന്നാൽ ഇതൊന്നും മാനുഷികമായി ചെയ്യുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി എത്രത്തോളം നിങ്ങളുടെ കൂട്ടായ്മ കൂടുന്നോ, എത്രത്തോളം ഹോളി സ്പിരിറ്റ് നിറയുന്നോ, അതനുസരിച്ച് ഇത് നിങ്ങൾക്ക് ഈസിയായി മാറും. സ്മൂത്തായി ചർച്ച് നെക്സ്റ്റ് ലെവലിലേക്ക്
ലെവലിലേക്ക് ക്ലൈംബ് ചെയ്യുവാൻ തുടങ്ങും. അത് ഹോളി സ്പിരിറ്റിനാൽ, ഹോളി സ്പിരിറ്റിനാൽ, ഹോളി സ്പിരിറ്റിനാൽ, ഹോളി സ്പിരിറ്റിനാൽ. ആ പരിശുദ്ധാത്മാവ് മാറിയാൽ സ്റ്റക്കായി പോകും. ആമേൻ. സഭ സ്റ്റക്കാവും, ഹോളി സ്പിരിറ്റ് മാറി നിന്നാൽ. കുടുംബജീവിതം സ്റ്റക്കായി പോവും, ഹോളി സ്പിരിറ്റ് മാറി നിന്നാൽ. സ്പിരിച്വൽ ലൈഫ്, വ്യക്തി ജീവിതം സ്റ്റക്കായി പോവും, ഹോളി സ്പിരിറ്റ് മാറി നിന്നാൽ. നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെ അന്തരീക്ഷം കെട്ടുപോകും ഹോളി സ്പിരിറ്റ് ദുഃഖിച്ചാൽ. If you want that atmosphere of love, if you want that atmosphere of joy, if you want that atmosphere of peace in your home, in your life, in the church, the secret is the Holy Spirit. When the Holy Spirit start govern in your life, in your family, in the church, the atmosphere of heaven will sustain. Hallelujah. Oh, thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. स्वर्गीय वातावरण का रहस्य पवित्र आत्मा है, पवित्र आत्मा है. यदि आप पवित्र आत्मा के साथ संगति में बने रहेगा, हमें स्वर्ग का वातावरण आपका जीवन में बने रहेगा, आपका परिवार में बने रहेगा. आमीन. हालेलुया. कलीसिया में बने रहेगा. पवित्र आत्मा को यदि आप दुख करेगा, आप शोकित पहुंचाएगा. ओ हालेलुया. पवित्र आत्मा आमीन आपको छोड़कर जाने से स्वर्ग का वातावरण आपके लिए नष्ट हो जाएगा. आप प्यार, आमीन, आनंद और शांति को महसूस कर नहीं पाएगा जो पवित्र आत्मा के द्वारा होता है. Oh, thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ആത്മാവാണ്. ഈ ഹോളി സ്പിരിറ്റ് ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നോ അവരിലേക്ക് സ്വർഗത്തിൻ്റെ അന്തരീക്ഷമായിട്ടാണ് ഈ ഹോളി സ്പിരിറ്റ് വന്നത്. ചേർന്ന് കർത്താവിനെ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുവാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, എന്നെ താങ്ങണമേ. രക്ഷയുടെ സന്തോഷം, ദ ജോയ് ഓഫ് സാൽവേഷൻ. ദാവീദിന്റെ ജീവിതത്തിൽ തൻ ദൈവത്തോട് ലംഘനം ചെയ്തു കഴിഞ്ഞപ്പോൾ, തൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് രാജസ്ഥാനമല്ല. എന്ന് വെച്ചാൽ ഭൗതികമൊക്കെ അവിടെ കാണും, എന്നാൽ നഷ്ടപ്പെടുന്നത് ആത്മീകമാണ്. പലപ്പോഴും നമ്മൾ കൂളായിരിക്കാനായിട്ട് കാരണം ബാങ്കിലെ പൈസ അവിടെ തന്നെ ഉണ്ടല്ലോ, താമസിക്കുന്ന വീട് അതുപോലെ തന്നെ ഉണ്ട്, ഇടിഞ്ഞു പോയിട്ടില്ല. കാർ പോർച്ചിൽ കിടക്കുന്ന കാർ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. ജോലിയിൽ നിന്ന് നമ്മളെ പിരിച്ചൊന്നും വിട്ടില്ല, ജോലി അതുപോലെ തന്നെ ഉണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും മാനവും എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു സന്തോഷവും സമാധാനവും ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പും എല്ലാം മിസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മിസ് ചെയ്തത്, ഹോളി സ്പിരിറ്റിൻ്റെ ആ പ്രസൻസിനെ മിസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. കാരണം ദാവീദിന് അറിയായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ഞാൻ ഈ രാജസ്ഥാനത്തിരിക്കുന്നതല്ല, എന്നിൽ, ഞാൻ ഈ ഇസ്രയേലിനെ വാഴുവാനിരിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് എന്നെ വാഴുവാൻ വേണ്ടി എന്നിൽ ആക്കി വെച്ചിരിക്കുന്ന ഹോളി സ്പിരിറ്റാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം ഒരിക്കലും നമ്മൾ വസ്തുവകകൾക്ക് കൊടുക്കല്ല. പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഒരിക്കലും പണത്തിന് കൊടുക്കല്ല. പൈസ ഹേ തോ മത്ലബ് ഹേ, പൈസ ഹേ തോ ജിന്ദഗി ഹേ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും പാർക്കുന്നത്. പൈസയുണ്ട്, ജീവിതമുണ്ട്. പൈസയില്ല, ഒന്നുമില്ല. പൈസയുണ്ട്, കുടുംബം ജീവിതമൊക്കെ നല്ലതായിരിക്കും. പൈസയില്ല, എന്തവാ? അതുകൊണ്ട് കല്യാണം കഴിക്കാൻ ചിന്തിക്കുന്നവരെല്ലാം ആദ്യം ചിന്തിക്കുന്നത് പൈസയാണ്. ഹല്ലേലൂയ. പ്യാറല്ല, പൈസ.
കല്യാണം കഴിക്കണേ വേണ്ടിയത് പൈസയല്ല വേണ്ടിയത്, പിയാറാണ് വേണ്ടിയത്. സ്നേഹത്തിൻ്റെ ഒരു ഡാം, ഒരു ബണ്ടിലുമായിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാളായിരിക്കും വരുന്നത്. നിങ്ങളെ എപ്പോഴും രാവിലെ രാത്രി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും വരുന്നത്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ഒന്നും അംഗീകരിക്കാത്ത ഒരാളായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊണ്ട് അതിന് പറ്റത്തില്ല. യു നീഡ് ഫിയർ. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കും. അപ്പോൾ ഒത്തിരി ക്ഷമിക്കേണ്ട വരും. പിന്നെ സഹിച്ചാൽ കൂടെ വാഴും. കൂടെ താമസിക്കണേ എന്ത് ചെയ്യണം? സഹിക്കേണ്ട വരും. സഹിക്കാൻ പറ്റാത്തവരാണ്, സഹിക്കത്തില്ലെന്ന് പറയുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഡിവോഴ്സൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സഹിക്കണമെങ്കിൽ എന്താ വേണം? സഹിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹം ദീർഘമായി പൊറുക്കും, ദീർഘമായി സഹിക്കും, ദയ കാണിക്കും, ദോഷം കണക്കിടുന്നില്ല. വാ, താങ്ക് യു ജീസസ്, പ്രൈസ് ഗാഡ്. സോ പൈസയെ എല്ലാമായി കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണത്തിന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. ലോകം പണത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. സഭ പണത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് രണ്ടും വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ലോകത്തിന് പണം ദൈവമാണ്. ഈ ലോകത്തിന് പണം ദൈവമാണ്. ഫോർ ദിസ് വേൾഡ് money is God, but for us Jesus is God. Amen, hallelujah. ഈ ലോകത്തിന് പണം ദൈവമാണ്, എന്നാൽ നമുക്ക് യേശു ദൈവമാണ്. യേശു ദൈവമാണ്. ഈ ലോകത്തിൽ ഏതൊരു കാര്യം നേടുവാനും എന്ത് കിട്ടാനായിട്ടും പൈസ കൊണ്ടുവന്നാൽ മതി. ഒരിക്കലും അയ്യോ പൈസയൊന്നും വേണ്ട എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലന്മാരുടെ അടുത്ത് പൈസയുമായിട്ട് വന്നു. ഒത്തിരി പൈസയായിട്ട് വന്നിട്ട് ഈ കൈ വെക്കുമ്പോഴത്തേന് ഹോളി സ്പിരിറ്റിനെ പകരപ്പെടുന്ന ഈ ദാനം, ഈ കൃപ ഞങ്ങൾക്കൂടെ താ എന്ന് പറഞ്ഞ് ശീമോൻ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ റിയാക്ഷൻ നിങ്ങൾക്കറിയാം. ആ പണം മേടിച്ചില്ല. അങ്ങനെ ചിന്തിച്ചതിന് നിമിത്തം ദൈവത്തിൻ്റെ ഭയങ്കര ന്യായവിധി നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞ് വളരെ റഫായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. ഹല്ലേലൂയ. പണത്തിന് സഭ കൊടുക്കുന്ന സ്ഥാനം എത്ര? ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം എത്ര? അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും പല കുടുംബങ്ങളിലും ബന്ധങ്ങൾ പിരിയുവാൻ, ഡിവിഷൻസ് ഉണ്ടാകുവാൻ എല്ലാം കാരണമായി തീർന്നത് മാമോൻ, ഈ പൈസയാണ്. പല മക്കൾ അവരുടെ മാതാപിതാക്കളെ വെറുക്കാൻ കാരണം സമ്പത്തും പൈസയാണ്. പല ഒറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒറ്റ മാതാപിതാക്കളുടെ മക്കളാണ്, പക്ഷെ തമ്മിൽ മിണ്ടത്തില്ല. സഹോദരങ്ങൾ തമ്മിൽ മിണ്ടത്തില്ല, സഹോദരി മിണ്ടത്തില്ല. സഹോദരന്മാരുടെ ഇടയിൽ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഇടയിൽ വിള്ളലുണ്ടാകാൻ കാരണം ഈ പണമാണ്, അതിന് കൊടുക്കുന്ന വാല്യൂ. പ്രൈസ് ഗോഡ്. വസ്തുവിന്റെ പേരിലായിരിക്കും മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുക. ഈ സ്വത്ത് ഇത് എനിക്ക് കിട്ടേണ്ടതാണ്, ഇത്രയും ഭാഗം ഇത് എനിക്കുള്ളതാണ്, അവൻ എന്തിനാ അത്തരം കൊടുത്തത്? അപ്പന് വേർതിരിവ് കാണിച്ചു. അന്ന് മുതൽ അപ്പനോടൊരു വെറുപ്പ്, പഴയ സ്നേഹമില്ല, കൂടെ ഇരുന്ന് സംസാരിക്കത്തില്ല, കൂടെ ഇരുന്ന് ഫെലോഷിപ്പ് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. കാരണം എന്തുവാ? പണം. പണത്തിൻ്റെ കാരണത്താൽ സ്വന്തം അപ്പനെ പോലും സ്വന്തം അമ്മയെ പോലും വേദനിപ്പിക്കാൻ തയ്യാറാണ് മക്കൾ. ഹല്ലേലൂയ. പണത്തിൻ്റെ സ്വത്തിൻ്റെ പേരിൽ അനേക കുടുംബങ്ങൾ തകർന്നു. പല ഭാര്യ ബന്ധത്തിലും കുടുംബജീവിതത്തിലെ വഴക്കിൻ്റെ കാരണം എന്തുവാണ്? പണം. ജോലി ഇല്ലാഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, കിട്ടുന്നത് കൊണ്ട് കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുമായിരുന്നു. രണ്ടുപേർക്കും ജോലിയായി.
ഇപ്പം പറയാൻ തുടങ്ങി, ഈ മാസം ഞാൻ ഇത്രയും ഇത്രയും ചിലവിട്ടത്, നീ എന്ത് ചിലവിട്ടു? പണം. നീ ഇവിടെ വീട്ടിൽ ചിലവിട്ടില്ല, നിന്റെ വീട്ടിലേക്ക് ഇത്ര രൂപ അയച്ചു കൊടുത്തു, നിന്റെ വീട്ടിൽ അവിടെ ചെയ്തു. പണം. പണത്തിൻ്റെ പേരിൽ ആർഗ്യുമെന്റ്സ്, പണത്തിൻ്റെ പേരിൽ ഫൈറ്റിംഗ്, പണത്തിൻ്റെ പേരിൽ പിണക്കം, പണത്തിൻ്റെ പേരിൽ വേർതിരിവ്, ഇതെല്ലാം. ബട്ട് മണി ഈസ് നോട്ട് അവർ ഗോഡ്. ജീസസ് ഈസ് അവർ ഗോഡ്. Money is not the source of our life, but Jesus is the source of our life. Never allow money to destroy your family peace. പണം നമുക്ക് ഒരിക്കലും ദൈവമല്ല. പണം നമുക്കൊരിക്കലും മാതാവല്ല, പിതാവല്ല. പണം നമുക്കൊരിക്കലും സഹോദരനല്ല, സഹോദരിയല്ല. പണം നമുക്കൊരിക്കലും മക്കളല്ല. പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഒരിക്കലും റീപ്ലേസ് ചെയ്യലെന്ന്. പണത്തിൻ്റെ പേരിൽ അമ്മയെ ദുഃഖിപ്പിക്കരുത്. പണത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ വേദനിപ്പിക്കരുത്. പണത്തിൻ്റെ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾക്ക് ആ വ്യക്തി നഷ്ടപ്പെടല്ല. കാരണം പണത്തെ കഴിഞ്ഞും വലിയതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം. ഒന്നാമത്, ഗോഡ് ഈസ് ഫസ്റ്റ്. അപ്പൊ പണത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദൈവം നഷ്ടപ്പെടല്ല. നന്യനും പറഞ്ഞേ, ഫോർ ദ സേക്ക് ഓഫ് മണി ദൈവം നഷ്ടപ്പെടല്ല. 2, പണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ബന്ധങ്ങൾ നഷ്ടപ്പെടില്ല. ബിക്കോസ് യുവർ പപ്പ, യുവർ മമ്മ ഈസ് പ്രഷ്യസ് ദാൻ മണി. നിങ്ങളുടെ മാതാപിതാക്കൾ പണത്തെ കഴിഞ്ഞും ഒത്തിരി വിലപ്പെട്ടതാണ്. നിങ്ങൾ പണം കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ അമ്മയെയാണ്, നിങ്ങളുടെ അപ്പയെയാണ്. പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളിത് പൈസയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ പൈസ പിടിക്കാൻ തന്നതും ഈ അമ്മയായിരിക്കും. Money is nothing comparing with God, comparing with the parents. പ്രായമുള്ള മാതാപിതാക്കളുള്ളവർ അവരുടെ ലാസ്റ്റ് ഡേ വരെ ഒരിക്കലും പൈസയുടെ പേരിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കി, സ്വത്തിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ പേരിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കി അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ നോക്കിക്കരുത്. അവർ സന്തോഷത്തോടെ വല്ലതും തന്നാൽ നിങ്ങൾ കൈക്കൊണ്ടോണം. അവരൊന്നും തന്നില്ലെങ്കിൽ നിങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയല്ല, അതിനെ മൈൻഡ് ചെയ്യണ്ട. ആ വസ്തുവിനെ കഴിഞ്ഞും വലിയതാണ് ആ വ്യക്തി. ആ അപ്പനെന്ന് പറയുന്ന ആൾ, ആ അമ്മയെന്ന് പറയുന്ന ആള് നിങ്ങൾക്കൊരു വസ്തു തന്നില്ലെങ്കിലും നിങ്ങളോടൊരു ഭയങ്കര സ്നേഹം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ ഉള്ളത് 10 സെൻറ്റ് ആയിരിക്കും, പക്ഷേ അവരുടെ ഒരു ബ്ലെസ്സിങ് മതി. നിങ്ങൾക്ക് വേണേൽ 100 ഏക്കർ സ്ഥലം അവർ വരും. ചിലപ്പോൾ അവരുടെ കാലത്തിന് ശേഷമായിരിക്കും. ആ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ കിടന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഭയങ്കരമായിട്ട് കയറി വരും. എന്നാൽ മാതാപിതാക്കൾ 1 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി അവരെ ദുഃഖിപ്പിച്ച, അവരുമായി ഫൈറ്റ് ചെയ്ത, അവരുമായി ആർഗ്യുമെൻ്റ് ചെയ്ത, നിങ്ങൾ നിമിത്തം അവരുടെ ഹൃദയം വേദനിച്ചോ, കാരണം ഏതുമായിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിച്ചോ, നിങ്ങൾക്കത് ശാപമായിരിക്കും. അത് പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ച അഴിയുന്ന ശാപമല്ല. അത് അഴിക്കാൻ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പല മക്കളും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി വഴി തുറക്കാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ കുറവല്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവദാസന്മാർ എത്രയോ പ്രാർത്ഥിച്ചു, അവരും ഉപവസിച്ചു,
പക്ഷെ ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില കൊളുത്തുകൾ എവിടെയോ അവരുടെ പേരൻസിനെ വേദനിപ്പിച്ച് ആയിരിക്കും. എൻ്റെ അപ്പനല്ലേ, എൻ്റെ അമ്മയല്ലേ, ഞാൻ എന്താ ക്ഷമ പറയാനേട്ടാ എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് കളയുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാവിയൊക്കെ അത് അടച്ചു കളയും കേട്ടോ. ചിലപ്പോൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ ടീച്ചറിനെ വേദനിപ്പിച്ചതായിരിക്കും, മക്കൾ എന്ന നിലയിൽ പേരൻസിനെ വേദനിപ്പിച്ചതായിരിക്കും. നമ്മുടെ മേലുള്ള അതോറിറ്റി നമ്മൾ ഓണർ ചെയ്യണം. മാതാപിതാക്കൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹൈലി എസ്റ്റീംഡ് ആയിട്ട് കാണണം, ഒരു ഭയങ്കരമായിട്ട് സല്യൂട്ട് ചെയ്യണം, ഒരു ഓണർ ചെയ്യണം, ഒരു ഒത്തിരി ലവ് സ്നേഹിക്കണം, അവരെ സ്നേഹത്തിൽ വെക്കണം. നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ചിലരെ കുറിച്ച് പറഞ്ഞില്ലേ, അയ്യോ പിന്നെ ആളെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അമ്മയ്ക്ക് അങ്ങ് 100 പൂർത്തി, അവരുടെ ഹൃദയത്തിന് പൂർത്തി കൊടുക്കണം. എന്നെ സന്തോഷിപ്പിച്ച് നോക്ക. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, then that you may word is there, വചനമുണ്ട്. യെസ്, പേരൻസിനെ ഓണർ ചെയ്യണം. സോ ഈ ഒരു മണി കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ടത് സഭയാണ്. മണി കൾച്ചറിൻ്റെ ലോകത്തിൽ ഗോഡിൻ്റെ കൾച്ചറിനെ മാനിഫെസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് നമ്മളാണ്. ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇപ്രകാരമുള്ള ഫൈറ്റും കേസും വഴക്കും, സ്വത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം വിശ്വാസിയുടെ ജീവിതത്തിൽ നിൽക്കും? ദൈവം എങ്ങനെ നമ്മൾ വസിക്കും? പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ കൂടെ പാർക്കും? ഹല്ലേലൂയ. സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. നിങ്ങളുടെ സഹോദരനുമായിട്ട് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്തിനെ നിങ്ങൾ നഷ്ടമാക്കിയാലും നിങ്ങൾക്കത് നഷ്ടമായിരിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ സ്വത്തിനെ കഴിഞ്ഞും വലിയതായിട്ട് ആ സഹോദരനെ വാല്യൂ ചെയ്യുന്നെന്നാണ് അർത്ഥം. എന്നാൽ അല്പം സ്വത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വലിയത് ബ്രദർ അല്ല, നിങ്ങൾക്ക് വലിയത് സ്വത്ത ആണെങ്കിൽ നിങ്ങൾ അന്ന് മുതൽ തുടങ്ങും. നിങ്ങൾ കേസും ചെയ്യും, സ്വന്തം സഹോദരിയെ കേസും ചെയ്യും, ഫൈറ്റും ചെയ്യും. ജീവിതത്തിൽ പിന്നെ കാണത്തില്ല, അവൻ്റെ വീട്ടിൽ പോകത്തില്ല, സംസാരിക്കത്തില്ല, എല്ലാ ഹേറ്റഡ് കാണിക്കും. കാരണം നിങ്ങൾക്ക് വലിയത് ഇതെന്താണ്? സ്വത്ത വലിയത്. അപ്പനും അമ്മയായിട്ടുള്ള ബന്ധത്തിൽ പണത്തിൻ്റെയോ സ്വത്തിൻ്റെ പേരിൽ അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇൻഡയറക്ട്ലി നിങ്ങൾ സമ്മതിക്കുകയാണ്, എനിക്ക് വലുത് അപ്പൻ്റെ അമ്മയുടെയും പൈസയാണ്, എനിക്ക് അപ്പനും അമ്മയല്ല വലിയത്. എനിക്ക് വലുത് എന്താണ്? എനിക്ക് അവരുടെ പൈസ വേണം. ഇന്നത്തെ ജനറേഷനിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി പ്രയാസങ്ങളും, ചോദിക്കുമ്പോഴൊക്കെ എടുത്തു കൊടുക്കാൻ പൈസയില്ല. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ മക്കൾ പറയും, പപ്പ ഇത്ര രൂപ തന്നേ, മമ്മി ഇത്ര രൂപ തന്നേ. ഏതെങ്കിലും സമയത്തിൽ നോ അല്ലെ ഇല്ല എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങുന്ന, പിന്നെ വയലൻ്റ് ആകുന്ന, അറോഗൻ്റ് ആകുന്ന, പിന്നെ റിബല്ലിയസ് ആകുന്ന ഒരു ജനറേഷനുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് അപ്പ അമ്മ എന്ന് പറയുമ്പോൾ ഉള്ളോങ്ക പൈസ സെയിം മത്ലബ്. അവരുടെ പൈസ വേണം, അവരുടെ സ്വത്ത് വേണം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ കർത്താവിനെ വാല്യൂ ചെയ്യുന്ന, പേരൻസിനെ വാല്യൂ ചെയ്യുന്ന, രക്തബന്ധങ്ങളെ വാല്യൂ ചെയ്യുന്ന, കർത്താവിൻ്റെ സഭയിലെ മക്കളെ വാല്യൂ ചെയ്യുന്നവരായി നമ്മൾ തീരണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പണമൊന്നുമില്ല, ഈ വ്യക്തികളെല്ലാം ഭയങ്കര പ്രഷ്യസ് ആണ്. പണത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ തകരില്ല.
ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പൈസയുടെ പേരിൽ ആർഗ്യുമെൻ്റ് നടക്കുന്നവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യണം. ആരാണോ നിസ്സാര പൈസയുടെ പേര് പറഞ്ഞ് ആർഗ്യുമെൻ്റ് ചെയ്യുന്നത്, അവർക്കത് അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ നിങ്ങളത് കൊടുത്തിട്ട് പറയണം, ഈ പണത്തെ കഴിഞ്ഞും വലിയതാണ് നിങ്ങൾ എനിക്കെന്ന് പറഞ്ഞ് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചുംബിക്കണം. നിങ്ങൾ ആ നഷ്ടം സഹിക്കണമെന്ന്. അതൊരു സാക്രിഫിഷ്യല്ല. ലവ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യല്ല. ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്രിഫിഷ്യലാണ്. ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. കേൾക്കാൻ ഭയങ്കര ഇതാണ്, പക്ഷെങ്കിൽ അത് സാക്രിഫിഷ്യൽ ലവ് ആണ്. ബിലൗഡ് സൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപുത്രനെ നമുക്ക് വേണ്ടി ബലിയായി അർപ്പിക്കുവാൻ, നമ്മളെ സ്നേഹിച്ചത് നിമിത്തം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. സോ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എന്താണ്? കുടുംബ ബന്ധത്തെ നിലനിർത്താൻ പൈസ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്, യു ആർ പ്രഷ്യസ് ഫോർ മീ ദാൻ ദിസ്. ഇതിനെ കഴിഞ്ഞ് വലിയതാണ് നിങ്ങൾ എനിക്ക്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആദിമസഭ പണത്തിന് എത്ര സ്ഥാനം കൊടുത്തു? ആദിമസഭ പണത്തിന് എത്ര സ്ഥാനം കൊടുത്തു? എന്നാൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ആദിമസഭയിലുള്ള വിശ്വാസികൾ വസ്തുവകൾ വിറ്റ് അവർക്ക് കിട്ടിയിരുന്ന ധനം അവർ കൊണ്ടുവന്നിട്ട് വായിക്കുമെന്ന്, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെക്കും. അപ്പോസ്തലന്മാരുടെ പോക്കറ്റിലല്ല, അപ്പോസ്തലന്മാരുടെ കയ്യിലല്ല, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ പ്രേഷ്യസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്ന ഒരു സാധനം നമ്മളൊരു മനുഷ്യന്റെ കാൽപാദത്തിൽ കൊണ്ട് വെക്കുവോ? നമ്മളൊരു സാധനത്തെ വാല്യൂ ചെയ്യുന്നതാണെങ്കിൽ നമ്മളതുകൊണ്ട് കാൽപാദത്തിൽ കൊണ്ട് വെക്കുവോ? നമ്മൾ ഒന്നെങ്കിൽ കൈ കൊടുക്കും, പോക്കറ്റിൽ വെക്കും. അപ്പം ആദിമസഭ പണത്തിന് ഇത്രേ സ്ഥാനമേ കൊടുത്തുള്ളൂ. ഇന്ന് ആ സ്ഥാനം വന്ന് ഇങ്ങനെ കയറി പോക്കറ്റിന്റെ ലെഫ്റ്റ്. ഹല്ലേലൂയ. പണം ആവശ്യമായിരുന്നു. ഇന്നത്തെ സഭയ്ക്കും ആവശ്യമാണ്, ആദിമസഭയ്ക്കും ആവശ്യമായിരുന്നു. ഇവൻ അപ്പോസ്തലന്മാരൊക്കെ അന്ത്യോക്യയിൽ നിന്ന് പണം കൊണ്ടുവന്ന് യെരൂശലേം സഭയ്ക്ക് പ്രയാസം വന്നപ്പോൾ, ദാരിദ്ര്യം വന്നപ്പോൾ സഹായിച്ചതും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. പണം ആവശ്യമായിരുന്നു സഭയ്ക്ക്. എന്നാൽ പണത്തിന് കൊടുക്കുന്ന വാല്യൂ അവർ കൊടുത്തതും നമ്മൾ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം അതിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്, എത്രത്തോളം അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സഭയിൽ പണം ആവശ്യമായിരുന്നു, പക്ഷെ പണത്തിന്റെ സ്ഥാനം ഏറ്റവും താഴെയായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പണത്തിന് കൊടുക്കല്ല. മാതാപിതാക്കൾ കൊടുക്കേണ്ട സ്ഥാനം, ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, യുവർ വൈഫ് ഈസ് മോർ പ്രഷ്യസ് ദാൻ മണി യു ഹാവ്. നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങൾക്കുള്ള ജോലി, നിങ്ങൾക്കുള്ള കൊട്ടാരം, വീട്, ഇതിനെ കഴിഞ്ഞൊക്കെ ഭയങ്കര പ്രഷ്യസ് ആണ്, വിലപ്പെട്ടതാണ് നിങ്ങളുടെ പാർട്ട്ണർ. വാല്യൂ ദം, റെസ്പെക്ട് ദം, വാല്യൂ ദം, റെസ്പെക്ട് ദം. പണത്തെ കഴിഞ്ഞു, ധനത്തെ കഴിഞ്ഞു ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മളിതിന് ഒത്തിരി വാല്യൂ കൊടുത്താൽ ഇത് നമ്മുടെ പുറകെ വരത്തില്ല. ദൈവത്തെ വാല്യൂ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ ഇത് നമ്മുടെ പുറകെ വരിക.
ഇത് വരുന്നുണ്ടോ എന്ന് നോക്കി തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന ഇത് നമ്മളെ വിട്ട് ഓടിപ്പോകും. നന്മേക്കറിനെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ അത് പിന്തുടരുന്ന എപ്പോഴാണ്? നിങ്ങൾ യേശു ക്രിസ്തുവിനെ എല്ലാമേ കണ്ട് നിങ്ങൾ കർത്താവിനെ പിന്തുടരുമ്പോഴാണ് ഇത് പുറകെ നിങ്ങളെ പിന്തുടരുന്നത്. നിങ്ങൾ ഇതിൻ്റെ പുറകെ ഓടാൻ പോയാൽ ഇത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഫോളോ ഗോഡ്, ഫോളോ ക്രൈസ്റ്റ്. കർത്താവിനെ ഫോക്കസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്ന സബ്ജക്റ്റിൽ നിന്നുകൊണ്ടാണ് വന്ന് ഈ കാര്യത്തിലെത്തിയത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ദൈവത്തെക്കാളധികമായി, ദൈവ സാന്നിധ്യത്തെക്കാളധികമായി പണത്തെ നമ്മൾ വാല്യൂ ചെയ്താൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കല്ല് എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. വാല്യൂ ആണ്. നിങ്ങൾ എത്ര ഉണ്ട് ഇല്ല ഇതല്ല, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ്.